ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കേക്കാണ്. റിച്ച് ഡ്രൈ ഫ്രൂട്ട് കേക്ക്. കേക്ക് ഇല്ലാതെ എന്ത് ക്രിസ്മസ്, എന്ത് ന്യൂ ഇയർ അല്ലേ? എന്നാൽ നമുക്ക് തുടങ്ങിയാലോ? റിച്ച് ഡ്രൈ ഫ്രൂട്ട് കേക്ക്. നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: സ്ട്രോബെറി 3 ക്രാൻബെറി 1 ടേബിൾ സ്പൂൺ, ബ്ലാക്ക് റൈസൻ കുരുവില്ലാത്ത ഉണക്കമുന്തിരി 2 ടേബിൾ സ്പൂൺ. ഇനി കുരുവില്ലാത്തത് ഇല്ലെങ്കിൽ കുരുവുള്ളത് എടുത്താലും മതി. ചെറി 8 ആപ്രിക്കോട്ട് 1 പ്രൂൺ അഥവാ ഉണങ്ങിയ പ്ലം 1 ഫിഗ്, ഇത് ഓപ്ഷണൽ ആണ്, ഉണ്ടെങ്കിൽ 1 ടൂട്ടി ഫ്രൂട്ടി 4 ടേബിൾ സ്പൂൺ. ടൂട്ടി ഫ്രൂട്ടി 4 ടേബിൾ സ്പൂണിൽ കൂട്ടരുത്, കൊള്ളില്ല. ഡേറ്റ്സ് 6 കാഷ്യൂ ഒരു 20 ഓറഞ്ച് സെസ്റ്റ് അഥവാ ഓറഞ്ച് തൊലി വിളയിച്ചത് 3 ടേബിൾ സ്പൂൺ. ഇതെല്ലാം നിങ്ങളുടെ അടുത്തുള്ള ഡ്രൈ ഫ്രൂട്ട്സ് വിൽക്കുന്ന നല്ല ഒരു ഷോപ്പിൽ നിന്നും വാങ്ങാൻ കിട്ടും. 1 കിലോ കേക്കിന് 250 ഗ്രാം ഡ്രൈ ഫ്രൂട്ട്സ് വേണമെന്നാണ് ഏകദേശ കണക്ക്. നമ്മളിവിടെ 800 ഗ്രാം കേക്ക് ഉണ്ടാക്കാനാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ലഭ്യമല്ലെങ്കിൽ മിനിമം ഡ്രൈ ഫ്രൂട്ട്സ് വേണ്ടത് ഉണക്കമുന്തിരിയും ഡേറ്റ്സും 75 ഗ്രാം വീതം എടുക്കണം. ടൂട്ടി ഫ്രൂട്ടി ഒരു 50 ഗ്രാം എടുക്കുക, അത്രയും മതിയാവും. നിർബന്ധമില്ലെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി ഒന്ന് കഴുകിയെടുക്കുന്നത് നന്നായിരിക്കും. ഇതിൽ നിന്നും കാഷ്യൂവും ഉണക്കമുന്തിരിയും ഒരു 10 വീതം മാറ്റിവെക്കണം. അത് നമുക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് കേക്കിന് മുകളിൽ ഇട്ടു കൊടുക്കാൻ വേണ്ടിയാണ്. കഴുകിയെടുത്ത ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി ചെറുതായി ഒന്ന് അരിഞ്ഞു വെക്കാം. നമുക്ക് വേണ്ട നെക്സ്റ്റ് സെറ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ്: ഗ്രാമ്പൂ 1/2 ടീസ്പൂൺ, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, ജാതിക്കാപ്പൊടി 1/4 ടീസ്പൂണിന്റെയും പകുതി, ഏകദേശം 1 ടീസ്പൂണിന്റെ 8/1. ജാതിക്കാപ്പൊടി കടയിൽ നിന്നും വാങ്ങാൻ കിട്ടുമെങ്കിൽ അത് വാങ്ങാം, ഇല്ലെങ്കിൽ മിക്സി ജാറിൽ ജാതിക്കായുടെ കുരു ഇട്ട് പൊടിച്ചെടുക്കണം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒരു 5-6 ജാതിക്ക കുരു ഇട്ടു കൊടുക്കണം. 1 മാത്രമായി ഇട്ടാൽ പൊടിഞ്ഞു കിട്ടില്ല. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, ഉപ്പ് 2 നുള്ള്, മൈദ 150 ഗ്രാം. ഒരു കപ്പിൽ ഏകദേശം 120 ഗ്രാം മൈദ കൊള്ളും. അപ്പോൾ തികയ്ക്ക അല്ലാതെ കുറച്ചുകൂടി മൈദ ഒരു കപ്പിൽ എടുത്താൽ 150 ഗ്രാം നിങ്ങൾക്ക് കിട്ടും. 2 ടീസ്പൂൺ മൈദ വേറെ എടുത്ത് മാറ്റി വെക്കണം. ഇത് ബേക്ക് ചെയ്യുമ്പോൾ മോൾഡിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ്. പഞ്ചസാര 100 ഗ്രാം. പാകത്തിന് മധുരം നമ്മുടെ കേക്കിനുണ്ട്. ഇനി വളരെ മധുരം വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് ഒരു 50 ഗ്രാം കൂടി കൂട്ടിയെടുക്കാം. ഇതിൽ നിന്നും ഒരു 2 ടീസ്പൂൺ മാറ്റി വെക്കണം. ഗ്രാമ്പൂവും കറുവപ്പട്ടയും പൊടിച്ചെടുക്കുന്ന സമയത്ത് നമുക്കത് ആവശ്യമുണ്ട്. കോഴിമുട്ട 2. നാടൻ മുട്ടയാണെങ്കിൽ കേക്കിൽ മുട്ടയുടെ ഒരു സ്മെൽ ഉണ്ടാവും. അതുകൊണ്ട് കടയിൽ വാങ്ങാൻ കിട്ടുന്ന ബ്രോയിലർ മുട്ട ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. വാനില എസൻസും പൈനാപ്പിൾ എസൻസും ഓരോന്നും 1/2 ടീസ്പൂൺ വെച്ച് വേണം. സൺഫ്ലവർ ഓയിൽ 125 ml, അൺസോൾട്ടഡ് ബട്ടർ അല്ലെങ്കിൽ നെയ്യ് 1/2 ടീസ്പൂൺ, വെള്ളം 250 ml. കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ നമുക്കൊരു മോൾഡ് വേണം. മോൾഡ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുത്താൽ മതിയാവും. മൈക്രോവേവ് ഓവനിൽ വെച്ചല്ല നമ്മളിവിടെ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ മോൾഡ് വെക്കാൻ പറ്റിയ വലിയൊരു പാത്രം വേറെ വേണം. അത് അടച്ചു വെക്കാൻ ഒരു മൂടിയും വേണം. 1-2 ടൂത്ത് പിക്കർ അല്ലെങ്കിൽ ഫ്രൂട്ട് സ്റ്റിക്ക് കൂടി കരുതി വെക്കാം. നമുക്കിനി കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമേ തന്നെ പഞ്ചസാര കൊണ്ട് കാരമൽ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു പാൻ എടുത്ത് അതിൽ പഞ്ചസാര ഇട്ട് ലോ ഫ്ലെയിമിൽ വെക്കണം. അപ്പോൾ തന്നെ വേറൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനും വെക്കാം. നമ്മൾ നേരത്തെ എടുത്തു വെച്ച 250 ml വെള്ളം ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാര ഉരുകി ബ്രൗൺ കളറായി തുടങ്ങും. നന്നായി തിളച്ച് ബബിൾസ് എല്ലാം കൂടി നടുക്കോട്ട് വന്നു തുടങ്ങുമ്പോൾ തിളച്ച വെള്ളം അല്പാൽപമായി ഒഴിച്ചു കൊടുക്കണം. ഈ സ്റ്റെപ്പിൽ നിങ്ങൾ വളരെ സൂക്ഷിക്കണം. ആവി വന്ന് നിങ്ങളുടെ കൈ പൊള്ളിക്കും. അതുകൊണ്ട് സുരക്ഷിതമായ ഒരു അകലം പാലിച്ചുകൊണ്ട് വേണം ഇത് ചെയ്യാൻ. സ്റ്റീം എല്ലാം പോയി കഴിയുമ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് പാനിലേക്ക് ഇട്ടു കൊടുക്കാം. ഒന്ന് തിളച്ച് കിട്ടുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെക്കാം. ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കൂടി കീപ്പ് ചെയ്യാം. അപ്പോഴേക്ക് ഒരു മിക്സി ജാറിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച 2 ടീസ്പൂൺ പഞ്ചസാര, ഗ്രാമ്പു, കറുവപ്പട്ട ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ ഫ്രൂട്ട്സ് കുക്ക് ചെയ്യാൻ വെച്ചത് പാകമായിട്ടുണ്ടാവും. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനെ റൂം ടെമ്പറേച്ചർ ആവുന്നത് വരെ ഒന്ന് തണുക്കാൻ വെക്കണം. എളുപ്പവഴി ഒരു ഫാനിന്റെ താഴെ 10 മിനിറ്റ് വരെ വെച്ചു കൊടുക്കാം. അത് തണുക്കുമ്പോഴേക്ക് നമുക്ക് 1-2 കാര്യങ്ങൾ ചെയ്തു വെക്കാം. ഒരു അരിപ്പ എടുത്ത് അതിലേക്ക് മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ട് ഒരു ബൗളിലേക്ക് അരിച്ചെടുക്കുക. അതവിടെ ഇരിക്കട്ടെ. ഒരു മിക്സി ജാർ എടുത്ത് അതിലേക്ക് 2 മുട്ട, വാനില എസൻസ്, പൈനാപ്പിൾ എസൻസ് ഇത് 3ഉം ചേർത്ത് ഒരു 30 സെക്കൻഡ് പൾസ് ചെയ്യണം. ഈ മിക്സിലേക്ക് ജാതിക്കാപ്പൊടിയും പിന്നെ
നേരത്തെ നമ്മൾ പൊടിച്ചു വെച്ച ഗ്രാമ്പൂ, കറുവപ്പട്ട, പഞ്ചസാര മിക്സും ചേർത്ത് ഒരു 30 സെക്കൻഡ് കൂടി പൾസ് ചെയ്യണം. ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ കൂടി ആഡ് ചെയ്ത് ഒന്നുകൂടെ 30 സെക്കൻഡ് പൾസ് ചെയ്യണം. ഒരു ബൗളിലേക്ക് ഈ എഗ് മിക്സ് ഒഴിച്ചു വെക്കാം. അപ്പോഴേക്ക് ഫ്രൂട്ട്സ് കരാമൽ മിക്സ് തണുത്തിട്ടുണ്ടാവും. അതും ബൗളിലേക്ക് ആഡ് ചെയ്യാം. ഓറഞ്ച് സെസ്റ്റും കാഷ്യൂവും കൂടി ഇട്ടു കൊടുക്കാം. ഇനി ഒരു ഫ്ലാറ്റ് സ്പൂൺ അല്ലെങ്കിൽ സ്പാച്ചുല ഉപയോഗിച്ച് ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. മൈദ ഇതിലേക്ക് അല്പാൽപമായി ആഡ് ചെയ്യാം. ഒരു വലിയ പാത്രം എടുത്ത് മെറ്റൽ റിങ് വെച്ച് ഒരു 10 മിനിറ്റ് നേരം ചൂടാക്കാൻ വെക്കുക. അപ്പോഴേക്ക് കേക്ക് ഉണ്ടാക്കുന്നതിനുള്ള മോൾഡ് എടുത്ത് അതിലേക്ക് ബട്ടറോ നെയ്യോ 1/2 ടീസ്പൂൺ എടുത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് മുകളിലേക്ക് കുറച്ച് മൈദാപ്പൊടി വിതറി കൊടുക്കുക. മോൾഡിൽ പറ്റിപ്പിടിക്കാതെ ബാക്കി വരുന്ന പൊടി കളയാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഫില്ല് ചെയ്ത ശേഷം മോൾഡ് ഫ്ലോറിലേക്ക് ചെറുതായി തട്ടിക്കൊടുക്കുക. മാവ് ഒന്ന് നികരാനും അതിൻ്റെ ഉള്ളിൽ എയർ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കറോ ഫ്രൂട്ട് സ്റ്റിക്കോ എടുത്ത് ഇതുപോലെ മാവിൽ കൂടി ഒന്ന് ഓടിക്കുക. ഇങ്ങനെ ചെയ്താലും എയർ ബബിൾസ് പോയി കിട്ടും. ഇനി ഇതിനു മുകളിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച കാഷ്യൂവും റൈസൻസും വെച്ചു കൊടുക്കാം. പാത്രം നന്നായി ചൂടായാൽ മോൾഡ് എടുത്ത് അതിലേക്ക് വെക്കാം. എന്നിട്ട് മൂടിയും വെച്ചു കൊടുക്കാം. ഫ്ലെയിം ലോ ആക്കി കൊടുക്കുക. 45 മിനിറ്റ് നേരം ഇനി വെയിറ്റ് ചെയ്യണം. ഇനി മൈക്രോവേവ് ഓവനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ OTG ടൈപ്പിൽ ഏകദേശം 20 to 25 മിനിറ്റ്സ് 100 ഡിഗ്രി സെൽഷ്യസിൽ വെക്കാം. കൺവെക്ഷൻ ടൈപ്പ് ആണെങ്കിൽ 30 to 35 മിനിറ്റ്സ് ടൈം വെക്കാം. നിങ്ങളുടെ മൈക്രോവേവ് ഓവൻ്റെ മാനുവലായിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക. 45 മിനിറ്റ് കഴിഞ്ഞാൽ മൂടി തുറന്ന് കേക്ക് പാകമായോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു ടൂത്ത് പിക്കർ അല്ലെങ്കിൽ ഫ്രൂട്ട് സ്റ്റിക്ക് എടുത്ത് കേക്കിലൊന്ന് കുത്തി നോക്കുക. എടുക്കുമ്പോൾ ടൂത്ത് പിക്കറിൽ മാവ് ഒട്ടിപ്പിടിക്കാൻ പാടില്ല. ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടി കുക്ക് ചെയ്യാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഒന്ന് ആറിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒന്ന് ടേസ്റ്റും ചെയ്ത് നോക്കാം. പക്ഷേ ഒരു ദിവസം 24 മണിക്കൂർ കഴിയുമ്പോൾ തൊട്ടാവും ഇതിൻ്റെ രുചി കൂടി വരുന്നത്. ഞങ്ങൾ ഉണ്ടാക്കിയപ്പോഴൊക്കെ 3 ദിവസം കൊണ്ട് കേക്ക് തീർന്നുപോയി. അതുകൊണ്ട് എത്ര ദിവസം വരെ ഇതിന് ഷെൽഫ് ലൈഫ് കിട്ടുമെന്ന് കൃത്യമായി പറയാൻ ഇപ്പം ഞങ്ങൾക്ക് അറിയില്ല. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുവാണെങ്കിൽ എത്ര ദിവസം വരെ ഷെൽഫ് ലൈഫ് കിട്ടിയെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സ്, നമ്മൾ ടാർഗറ്റ് ചെയ്തത് 800 ഗ്രാം ആയിരുന്നു. പക്ഷേ നമുക്ക് കിട്ടിയത് 777 ഗ്രാമാണ്. 23 ഗ്രാം കുറവുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് വായിച്ചു നോക്കണേ. മറ്റൊരു വീഡിയോയിൽ ഇനിയും കാണാം. സീസണൽ ഗ്രീറ്റിംഗ്സ് ടു ഓൾ ഓഫ് യു. ഗുഡ് ബൈ. Wow, super tasty cake.